അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോൾ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും അനുഗ്രഹങ്ങളുടെ മനോഹരമായ സ്വർഗലോകത്തേക്ക് എന്നെ ആനയിക്കുകയും ചെയ്യുന്ന ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരണം നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തന്റെ റിസാലത്തിന്റെ വിരലുകൾ കൊണ്ട് തന്റെ നാവിൽ പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, മുആദേ കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ സൂക്ഷിക്കണം, ഈ നാവിനെ നീ കടിഞ്ഞാണിടണം, ഈ നാവിനെ നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ പടച്ചവന്റെ പരലോകത്ത് നിനക്ക് സ്വർഗമുണ്ട്, നരകത്തിൽ നിന്നുള്ള രക്ഷ നിനക്കുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അഥവാ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ നാം ചെയ്യുന്നു, നോമ്പ് പിടിക്കുന്നു, നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, സദഖകൾ നൽകുന്നു, ധാരാളം സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ, ആ സൽക്കർമ്മങ്ങൾ നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കാണണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. പരദൂഷണങ്ങളിൽ നിന്ന്, ഏഷണികളിൽ നിന്ന്, ആക്ഷേപങ്ങളിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, അതിൽ നിന്നെല്ലാം നമ്മുടെ നാവിനെ സൂക്ഷിച്ച് ആ നാവിനെ നല്ല വഴിക്ക് തിരിച്ചുവിടുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ നമുക്ക് പ്രയോജനപ്പെടുകയും നാളെ ആ അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നേരെ മറിച്ച് ആ നാവിനെ നാം സൂക്ഷിക്കാതിരിക്കുകയാണ് എങ്കിൽ, എത്ര വലിയ നമസ്കാരമുള്ളവരാണെങ്കിലും, എത്ര തഹജ്ജുദുള്ളവരാണെങ്കിലും, എത്ര ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെങ്കിലും, നോമ്പ് പിടിക്കുന്നവരാണെങ്കിലും, റമളാനിനെ എത്രമേൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്നവരാണ് എങ്കിലും നാവ് ശരിയല്ല എങ്കിൽ ഇതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നാവിനെ സൂക്ഷിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.